ബാലാ, ആരത്? എന്താ രാവിലെ പരിപാടി? ആരാടാ? ഞാനേ ഇവിടെ 2 തെങ്ങടാൻ പോവാ. ഓ, രാവിലെ കുളിയും കഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക. പോയി വല്ല പണിയെടുത്ത് ജീവിച്ചോടാ. കഴിഞ്ഞ ആ മിസ്റ്റർ നായർ, രാവിലെ തന്നെ ഉപദേശിക്കാതെ ഇത്തിരി ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊടുക്ക്. ആ ചേച്ചിയുടെ ഇടി വാങ്ങാതെ. വയസ്സ് കുറേ ആയല്ല, കുണുകുണുകുണൂന്ന് പറഞ്ഞ കൊല്ലം കൊണ്ട് നടക്കണം. ആ അടങ്ങിയിരിക്കട. അല്ലിടൂ. ചായ എടുക്കട്ടെ? വേണ്ട, ഞാനിപ്പോ കുടിച്ചേ ഉള്ളൂ. ഇതൊന്ന് ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് വേണം കുറച്ച് നല്ല മീൻ മേടിക്കാൻ. നിങ്ങൾക്ക് മീൻ വേണോ? വേണ്ട, ഇന്നലെ അവൻ ഇറച്ചി കൊണ്ടുവന്നിരുന്നു. ഓ, അത് നല്ലതാ. മീനിന്റെ ഇപ്പൊ എന്താ വില. ഇറച്ചിയാ നല്ലത്. എടാ, നീ കല്യാണത്തിന് വരുന്നില്ലേ? നമ്മളില്ലാതെ എന്ത് കല്യാണം? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ. ആരുടെയാടാ കല്യാണം? അയാളുടെ ആയിരിക്കും, എനിക്കറിയാമല്ലോ. നീയല്ലേ കല്യാണത്തിന് പോവാൻ നിക്കുന്നേ? ഞാൻ ചുമ്മാ പറഞ്ഞ. ചുമ്മയോ? ഓ, നിന്റെ ഒക്കെ ഒരു ഭാഷ. എടാ, പിന്നെ ഞാനൊരു 100 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അയാളെ നായരേട്ടാന്ന് വിളിക്കാൻ പാടില്ലെന്ന്. അമ്മേ, നായരെ എന്ന് വിളിക്കുന്ന അയാൾക്ക് ഇഷ്ടമാണ്. ബഹുമാന പുരസ്കാരം ഞാൻ നായരട്ടാന്ന് വിളിക്കും. നായരെ എന്ന് വിളിച്ചിട്ട് ഞാൻ കുരുത്തക്കിടന്ന് മേടിക്കണല്ലോ. പ്രകാശ, എന്തായി അമ്മന്റെ കല്യാണം തീരുമാനിച്ചോ? അത് നടക്കും തോന്നല്ല. ഇന്നലെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അതൊക്കെ നടക്കൂടാ, അവക്ക് നല്ലതേ വരും. ഞാൻ പറയട്ടെ, ജെറി വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവന്റെ വിളിക്കാം. ആ ഡോക്ടറെ വീട്ടിലേ അവിടെ എന്ത് പൈസ കിട്ടും പറഞ്ഞു. ഈ കൊലത്തിലാണ് പറഞ്ഞേ. നീ അതിന് ചായ കുടിക്കണെന്തിനാന്ന്? വീട്ടിൽ പോയിട്ട് ഡ്രസ് മാറണം. ഞാൻ പറഞ്ഞ വഴിക്ക് ജെറി വിളിച്ചേ. എപ്പോ പോണം? ദേ ഇപ്പൊ പോവാണ്. ആണോ? മതിയത്, വാ. അമ്മ പോയിട്ടാ. നല്ല കോമഡിയാണ് ഇപ്പൊ വീട്ടില്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ വീട്ടുകാർക്ക് നല്ല പ്രാന്ത. എനിക്കും തോന്നാറുണ്ട്. അപ്പൊ ആ അമ്മുന്റെ സ്റ്റാൻഡ് എന്താണ്? അവൾക്ക് അവനെ കെട്ടി മതി എന്ന് പറയണേ. കെട്ടിച്ചു കൊടുക്കണതാണ് നല്ലത്, കെട്ടിയിടുന്നതാണെന്ന് അമ്മ. വീടും സ്ഥലം വെക്കണ്ടെങ്കിൽ എന്തേത് കൊടുക്കില്ലെന്ന് അച്ഛൻ. അവിടെ ഒരു ലോജിക് കുറവുണ്ടല്ലോ. ബാക്കിയുള്ള എല്ലാത്തിനും ലോജിക്കുണ്ടല്ലേ? എനിക്ക് ചിരി വരുന്നേ നിന്റെ കാര്യം ഓർത്തിട്ടാ. നിന്റെ അയനയുടെ കാര്യം വീട്ടിലറിഞ്ഞാണ്ടല്ല, നിന്നെ നിർത്തി കത്തിക്കും. ഓ, അതിനുള്ളിൽ എനിക്ക് കുറച്ച് കാശ് ഉണ്ടാക്കണം കേട്ടാ. എനിക്കൊരു പേരെടുക്കണം. ഉണ്ടാക്കാം. ഈ കാർ കച്ചവടം കൊണ്ടൊന്നും ഒരു പരിപാടി നടക്കില്ലാട്ടാ. നമുക്ക് വേറെ എന്തെങ്കിലും നല്ല പരിപാടി എന്തെങ്കിലും പിടിക്കണം. ഈ കാർ കൊടുത്തതിന് 25,000 രൂപ കിട്ടും. ഒരു മാസം നമ്മൾ 3 കാർ കൊടുക്കുന്നു. അപ്പൊ ആളാം വീതം 25-30 രൂപ കിട്ടും. എങ്ങോട്ട്? കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ഇത് ആദിത്യാണ്. എടാ, നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് ആയതുകൊണ്ടല്ലേ ഇനി നമുക്ക് വെച്ചടി കയറ്റായിരിക്കും. നീ നോക്കിക്കോ, എല്ലാം ശരിയോ? ഓ, എന്ത് പതിവാ വള്ളികള്. ഇതെന്താ പറയണത്? ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട പോയോ? ഇത് നോക്കിട്ട് കാര്യ നോക്കണ്ടാന്ന്. വട്ട എനിക്കില്ല, അവർക്ക്. ഇത് കഥയില്ലാത്ത കഥയാണപ്പാ. ഇവന്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്. ദുബായിലൊരു ജോലി ശരിയാവുന്നുണ്ട്. നിനക്ക് നോക്കണോ? നമ്മുടെ രാജേഷിപ്പ അവിടെ ആണല്ലോ. അവിടെ പോയി കുറച്ചാൾ ജോലി എടുത്താൽ ലൈഫ് സെറ്റിൽ ആവുന്നേ. ഇവന്റെ കൂടെ പഠിച്ച ഒരുത്തല്ലേ, സ്കൂളിൽ വെച്ച ഒരു അക്ഷരം പഠിക്കാത്ത കൃഷ്ണൻ. അവനിപ്പോ എത്ര ശമ്പളം എന്നറിയോ? 72,000 ഫ്ലാറ്റും. അതൊക്കെ നിനിപ്പ പറയണേ. ഇപ്പൊ പറഞ്ഞാലെന്താ? നിനക്ക് കേട്ടൂടെ? രാവിലെ അവന് തണ്ടാൻ ഇറങ്ങിക്കുള്ളൂ. ബാക്കിയുള്ള കണ്ടോ ഇവളുടെ തോന്നിയാസം? പ്രേമമാണത്രേ, അത് ഏതോ ജാതി. എന്താ ചെയ്യാ? നമ്മുടെ ജാതി എന്താ, അവന്റെ ജാതി എന്താ? നമ്മുടെ സ്റ്റാറ്റസ് എന്താ, അവന്റെ സ്റ്റാറ്റസ് എന്താ? എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. ഈശ്വരാ, ഇവക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. എന്തെങ്കിലും ചോദിച്ചാൽ തർക്കുത്തരമാണ് പറയണത്. ബാല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവക്ക് നല്ലത് വരാനല്ലേ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ. അതെന്താ അവക്ക് മനസ്സിലാവാത്തത്? അവക്ക് വലിയ വലിയ കുടുംബത്തിൽ നിന്ന് നല്ല ആലോചനകൾ വരുമ്പോഴൊക്കെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിക്കുന്നത്. അവന് നല്ല സ്വഭാവമാണ്. അടിച്ചിന്റെ മോന്തകല്ലേ പൊളിക്കും. കണ്ടോ, ഈ സ്വഭാവം അവനില്ല. ഇവളെ ഞാൻ എങ്ങനെ വളർത്തി വലുതാക്കിയെന്ന് അറിയാമോ? കൂട്ടിയിട്ടാ വളർത്തിയത്. ആയിരിക്കും. പട്ടികളെ പോലും കൂട്ടിയിടാറില്ല. പറയുന്ന നോക്ക്.
ഞാൻ ആരുടെ കൂടെ ജീവിക്കണേ തീരുമാനിക്കാനുള്ള അവകാശം പോലും ഇല്ലേ ആ എനിക്ക്? ഉണ്ട്. ഇല്ല ഉവ്വ. എന്നിട്ട് അവിടെ ജാതിയും ജാതകവും ഒക്കെ നോക്കിയിട്ടുള്ള അവകാശങ്ങളൊക്കെ മതി. ജാതകം നോക്കിയപ്പോ വലിയ കുഴപ്പങ്ങളാണ് കാണുന്നത്. ഒരിക്കലും ചേരാൻ പാടില്ല എന്നാ പറയുന്നേ. പാണ്ടിലോറ് കയറി ചാവാനുള്ള യോഗം ഉണ്ടെന്നാ പറയുന്നേ. 4 വർഷം മുമ്പേ ഏട്ടൻ ഗൾഫിൽ പോകുന്നു പറഞ്ഞ് ജോത്സനാ. എന്നിട്ട് പ്രധാനമന്ത്രിക്ക് പോലും പുറത്താൻ പറ്റിയിട്ടില്ല. ദൈവം എന്തിനാണ് ഈ ജാതി മതമൊക്കെ ഉണ്ടാക്കിയത്? ആവോ. എല്ലാത്തിനും അതിന്റെ ഒരു ഇതില്ലേ ബാല? ദൈവം ഉണ്ടാക്കിയതാണത്രേ. ദൈവം എന്താ സൈക്കോ ആണ് അതൊക്കെ ഉണ്ടാക്കാൻ? അസത്തെ ഇനി ദൈവദോഷം വരുത്തി വെച്ചോ. ഈ കുടുംബം മുറിഞ്ഞു ഓടി. എന്നാ പിന്നെ എന്തിനാ എന്നെ വെക്കിട്ടായിരുന്നേ? ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞാ പോരെ? ബാല നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ആരെ ദൈവത്തിനെ? ജാതിയും ജാതവും ഒക്കെ നോക്കാതെ കെട്ടിട്ട് എങ്ങനെ നന്നായിട്ട് ജീവിക്കും? ആവോ. ഓ. ഇവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത്? ഇവക്ക് വേണ്ടിയിട്ടല്ലേ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ? ഒരു പെൺകുട്ടി വേണമെന്ന് ആശിച്ചാശിച്ചുണ്ടായത് ഒരു വാഴയായി പോലും എന്റെ ദൈവമേ. കേറി പോടി അകത്ത്. ആ വന്നു വാ, 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 വാ. അപ്പൊ നാടകം കഴിഞ്ഞിരിക്കുന്നു, കണ്ടില്ലേ? ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പോട്ടെ അമ്മേ. ഒന്ന് കേറി പോമേ. ഡാ, ആ ആ ജോൺസൺ ഡോക്ടറിൽ ഒരു ആമക്കാറില്ലേ? അതോടോ, അത് വെറുതെ ഭംഗിക്ക് വെച്ചേക്കണല്ലേ? അത് അയാൾ ഓടിക്കാത്തല്ലേ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ അത് ഇതുവരെ ഓടണാണ്ടല്ല. അത് ഓടും. അതെങ്ങനെ? അത് വിട്, നമ്മളിപ്പോ അയാളുടെ വീട്ടിലേക്കല്ലോ പോണേ. പിന്നെ ഞാൻ എന്താ പഠിച്ചേക്കണെന്ന് നിനക്കറിയും? +2 അല്ലേ? അല്ല മണ്ട, ഡിപ്ലോമ. അതിലിതൊക്കെ ഓടിപ്പിക്കോ? മോനെ, ആ 2 മിനിറ്റ് കൊണ്ട് ഏത് ലോക്ക് ഞാൻ തുറക്കും. ആ. അമ്പോ വാ. എടുത്തിട്ടോ? എന്നാലും ചേച്ചി നിന്നെ തല്ലിയത്? അറിയില്ല. എന്നാലും നിന്നെ തല്ലിയെന്ന് പറ. എടാ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അറിയില്ല. ആ അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ അതെന്ത് കാര്യ? എടാ ഇങ്ങനെ കുണു ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ട്. കേട്ടല്ല? നീ എടുക്ക്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട്. ഏത് വണ്ടി? എടാ ജെറി പറഞ്ഞ വണ്ടി. എവിടെന്ന്? ഇവിടെന്ന്. ഇതാ പട്ടാൾക്കാരന്റെ വീടല്ലേ? എടാ ഇയാൾ ഇവിടെ ഒറ്റയ്ക്കാ. ഇയാളുടെ വീട്ടില് ഒരു വിന്റേജ് കാറുണ്ട്. തലേ ദിവസം അടിച്ച് ഫിറ്റ് ആയതുകൊണ്ട് രാവിലെ 10 മണിക്ക് എണീക്കുള്ളൂ. മനസ്സിലായ? അപ്പൊ താക്കോലോ? ഗുഡ് ക്വസ്റ്റ്യൻ. പണ്ട് ഇതിന്റെ ലോക്ക് കേടായപ്പോ നോക്ക് നന്നാക്കിയത് ഞാനാ. അപ്പേ അടിപൊളി. ഇവിടെ ഞാൻ കറക്റ്റ്. ഞാനും വരട്ടെ? നീ വരണ്ട, എനിക്കും കൂടി കണ്ടുപിടിക്കാലോ. കണ്ടുപിടിക്കാനുള്ള മെച്യൂരിറ്റി നിനക്കായിട്ടില്ല. നീ ഇവിടെ ആൾക്കാർ വരണ്ടോ നോക്കണം, മിണ്ടാണ്ട് നോക്കണം. ദേ മിണ്ടാണ്ട്.